ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ മുൻപത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായി, ഡെലിവറി കഴിഞ്ഞ് 3 മാസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഡെയിലി രാഹുലും അമ്മയും അച്ഛനൊക്കെ എന്നെ കാണാൻ വന്നിരുന്നു കേട്ടോ. ആ സമയത്ത് പെട്രോൾ അടിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 1 സെൻറ്റ് ഭൂമി മേടിക്കായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാറ് നമ്മൾ കൊടുത്തു. അതിനുശേഷം പുതിയൊരു EV എടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മുടെ വണ്ടി കൊടുത്തത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ വണ്ടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ നമുക്ക് പുതിയ വണ്ടി കിട്ടാനായിട്ട് ഒരുപാട് ലേറ്റ്. കല്യാണത്തിന് മുൻപ് ഞാൻ ട്രാവൽ ചെയ്യാനായിട്ട് അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളല്ല. പക്ഷേ കല്യാണത്തിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രാവൽ ചെയ്യാൻ മാത്രമാണ്. ഏത് പാതിരാത്രി ആണെങ്കിലും എത്ര വയ്യാതിരിക്കുന്ന സമയത്താണെങ്കിലും കാർ എടുത്തൊന്ന് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം അവിടെ റെഡി ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഡെയിലി പുറത്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. എനിക്ക് മാത്രമല്ല കേട്ടോ, ഇതാ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടില്ലേ, അമ്മയ്ക്കും എനിക്കും ഒരേപോലെ ട്രാവൽ ചെയ്യാൻ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഇതാ ഇപ്പം ഉണ്ണിക്കുട്ടന് യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇഷ്ടം വേറെ ഒന്നിനോടും ഇല്ല. പ്രഗ്നൻസി ടൈമിൽ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ട് പോലും ഞാൻ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ കുട്ടിക്കും യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് MGയുടെ ഷോറൂമിലേക്കാണ് കേട്ടോ. നമ്മള് ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി കിട്ടാൻ പോവാൻ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ. അതാ കണ്ടില്ലേ, കുട്ടപ്പൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തരാൻ വേണ്ടിയിട്ട്. നല്ല സ്മെല്ലുണ്ട്, അത് കളയാൻ വേണ്ടി നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും. അതിനിടയിൽ ഇവിടെ ഒരാളെ ഇടയ്ക്ക് ഫീഡൊക്കെ ചെയ്ത് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എപ്പോഴാണ് സ്വഭാവം മാറാൻ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ബോളൊക്കെ കൊടുത്ത് ഉണ്ണിക്കുട്ടനെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വണ്ടിയുടെ പേപ്പർ വർക്കുകളൊക്കെ ഒരുവിധം ശരിയായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കണതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. കേക്ക് കട്ടിങ്ങും കീ വെടിക്കലൊക്കെ വളരെ ഭംഗിയായി നടന്നു. അതിനുശേഷം വണ്ടി നമ്മൾ ഷോറൂമിന്റെ പുറത്തേക്ക് ഇറക്കണം കേട്ടോ. വണ്ടി എടുത്ത് നേരെ നമ്മൾ പോയത് ഗുരുവായൂർക്കാണ് കേട്ടോ, പൂജിക്കാനായിട്ട്. നമുക്ക് വണ്ടി കിട്ടി. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോണത് എവിടേക്കാണ്? ഗുരുവായൂർക്ക്. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ വണ്ടി പൂജിക്കാനായിട്ട് ഗുരുവായൂർ പോകുകയാണ്. അങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് ഒരു 8:30 ആയപ്പോഴാണ് നമ്മൾ ഗുരുവായൂർ എത്തിയത് കേട്ടോ. 8:30 വരെയാണ് അവിടെ വണ്ടി പൂജിക്കാന്നാണ് പറഞ്ഞത്. അവിടെ എത്തിയപ്പോൾ തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ പൂജയൊക്കെ വളരെ ഭംഗിയായി നടന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ, പൂജയൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പനായി നിൽക്കുന്നു നമ്മുടെ പുതിയ അതിഥി. പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് തൊട്ടടുത്തുള്ള പൂന്താനം റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അവിടുത്തെ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഉണ്ണിക്കുട്ടനെ അവിടെ കിടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായി. നല്ല കളിയായിരുന്നു അവിടെ കിടന്നത്. ഞങ്ങൾ ഹാപ്പിയായി, അവൻ അതിലേറെ ഹാപ്പിയായി അവിടെ കിടന്നപ്പോൾ. ഗുരുവായൂർ എത്തണ വരെ ഉണ്ണിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ആ ഉറക്കക്ഷീണം ഫുൾ മാറിയത് റെസ്റ്റോറൻറ്റിൽ എത്തി കുറച്ചു നേരം കളിച്ചപ്പോഴാണ്.
അവിടെ എത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ നല്ലൊരു കോഫി കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ കോഫി. അതുപോലെ തന്നെ ഫുഡും അടിപൊളിയായിരുന്നു. പിന്നെ അധികം വൈകാതെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം പിറ്റേ ദിവസം തന്നെ ഉണ്ണിയുടെ ചോറ് കൊടുക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അമ്പലങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ വണ്ടിയിലുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ വരും വീഡിയോയിൽ എന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ. എന്നെപ്പോലെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ